നമ്മളെ ചുറ്റുപാടിൽ ആരോ അറിയുന്ന ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾ പോയി നോക്കി അവിടെ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനും ഇൻട്രസ്റ്റ് എടുത്ത് ഏതായാലും ഭാര്യയ്ക്ക് സുഖമായിരിക്കണം എന്റെ ആഗ്രഹം. അമ്മയുടെ കണ്ടീഷൻ എന്തായിരുന്നു ഇവിടെ വരുന്നത്? എനിക്ക് വരുന്നതിന് മുമ്പ് തീരെ നടക്കാനൊന്നും പറ്റുന്നില്ല. നടക്കുകയാണെങ്കിൽ തന്നെ ഒരു 2 അടി നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈയും കാലൊക്കെ വിറച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. കാലിനൊക്കെ തരിപ്പ്. അതുകൊണ്ട് തീരെ ഒരു സുഖം എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വളരെ ഭേദമാണ്, എല്ലാം കൊണ്ടും വളരെ ഭേദം. ഈ 14 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ ഞാൻ വളരെയധികം സന്തോഷവതി തന്നെയാണ്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാല് കാലിനൊക്കെ കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു, സ്റ്റിഫ്നെസ്സും പെയിനും ഉണ്ടായിരുന്നു. കാലിൻ്റെ മുട്ടിന് പെയിന്, അത് രണ്ടും കുറഞ്ഞു. പിന്നെ കാലിന് കുറച്ച് നീർ വീക്കം പോലെ ഉണ്ടായിരുന്നു, അതും കുറഞ്ഞു. പെയിനും കാലിൻ്റെ കീഴ്പോട്ടേക്ക്, മുട്ടുംകാലിൻ്റെ കീഴ്പോട്ടേക്ക് പെയിൻ ഉണ്ടായിരുന്നു, ആ പെയിന് കുറഞ്ഞു. ഇപ്പം ലാസ്റ്റിൽ പറയുകയാണെങ്കിൽ വേറെ ഒന്നും പറയത്തക്ക രീതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ല. ഇതിൽ വന്നതിന് ശേഷം വളരെയധികം നല്ല ട്രീറ്റ്മെൻറ്റാണ്, വളരെയധികം നല്ല, എല്ലാം കൊണ്ടും സന്തോഷമാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ അടുത്താണ്, നമ്മൾക്ക് പോയിട്ട് വരാൻ പറ്റിയ ചുറ്റുപാടേ ഉള്ളൂ. എന്നാലും നമ്മളെന്താ ഇവിടെ തന്നെ നിന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കൊണ്ടും നമ്മൾക്ക് സൗകര്യം ആണ്, പീസ്ഫുൾ. ആ സമാധാനം കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നിന്നത്. ഡയബറ്റീസിന്റെ രീതിയിലുള്ള പെയിൻ ഉണ്ടല്ലോ, ജോയിന്റ് പെയിൻ എല്ലാം കുറഞ്ഞു. ഡയബറ്റീസിന്റെ ജോയിന്റ് പെയിൻ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ മുട്ടും കൈക്ക് ഇങ്ങനെ ഈ ജോയിന്റിനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആക്കാൻ പറ്റില്ല, അതൊക്കെ ചെയ്യാൻ പറ്റും. കയ്യിലൊക്കെ വേറെ അങ്ങനത്തെ മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എനിക്ക്. ഭക്ഷണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോ ആ താഴെ പോയിപ്പോ വായിലേക്ക് അങ്ങോട്ട് എത്തില്ല, അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് കൈകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുക, അങ്ങനത്തെ വിഷമമൊന്നും ഇല്ല. ലൊക്കേഷൻ ആരും പറഞ്ഞു കൊടുക്കില്ല, ഞങ്ങളെ കൊണ്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ ആക്കി കൊടുക്കും. അങ്ങനത്തെ മെന്റാലിറ്റിയും അതിനുള്ള എക്സ്പെൻസ് എന്താ വെച്ചാൽ അതും ഞങ്ങൾ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഹാബി. അതുകൊണ്ട് ഞങ്ങളുടെ പേരും പറഞ്ഞിട്ട് എത്രയോ പേര് ഇവിടെ വരാനുണ്ടാവും. നിങ്ങളുടെ ഇങ്ങനെ അയ്യപ്പനാങ്കിലും ഇത് സ്പ്രെഡ് ചെയ്തോട്ടെ ആയുർവേദത്തിലൂടെ. ഓ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വിഷമമൊന്നുമില്ല. അയ്യപ്പസ്വാമിന്റെ അനുഗ്രഹത്തില് ഈ ഹോസ്പിറ്റല് വളരെ ഹാപ്പി ആയിരിക്കും. വളരെ ഇമ്പ്രൂവ്മെന്റ്, സ്റ്റാഫ് കൂടെ വളരെ ഹാപ്പി ആയിരിക്കും. ആണ് ഞങ്ങളുടെ പ്രാർത്ഥന.